വിശദമായ വാർത്തയിലേക്ക്. അമൃതാനന്ദമയിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗവേദി പങ്കിടാൻ പാടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി. അമൃതാനന്ദമയിയെ ആരാധിക്കുന്നവർക്ക് പോലും ഇത്തരം വേദി പങ്കിടുന്നത് ഇഷ്ടമായിട്ടില്ല. അമൃതാനന്ദമയിയെ തെറ്റായ പാതയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം സംഘപരിവാർ നേരത്തെ നടത്തിയിരുന്നു. അതിൽ കുടുങ്ങാതെ മാറി നിൽക്കാനുള്ള ആർജവം നേരത്തെ അമൃതാനന്ദമയി കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സംഭവം ആ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. അടുത്ത കാലം വരെ സ്ത്രീ പ്രവേശനത്തെ അമൃതാനന്ദമയി അനുകൂലിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ പറഞ്ഞു. അമൃതാനന്ദമയിയെ ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലും പുറത്തുമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവർ പോലും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. അവരെ തെറ്റായ വഴിയിലേക്ക് തള്ളിവിടാൻ സാധിക്കുമോ എന്ന് നോക്കുന്ന ഒരു സംഘം തുടക്കം മുതലേ അവരെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ളവർ. പക്ഷെ അതിലൊന്നും കുടുങ്ങാതെ നിൽക്കാനുള്ള ആർജവം നേരത്തെ അവർ നല്ലതുപോലെ കാണിച്ചിരുന്നു. പക്ഷെ ഈ സംഭവം ആ നേരത്തെ ഉള്ള സമീപനത്തിന് മങ്ങലേൽപ്പിക്കാനുണ്ടായിട്ടുള്ളത്. അത് എന്തിന്റെ പേരിലായാലും, അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, എന്തിന്റെ പേരിലായാലും ആ വേദി പങ്കിടാൻ പാടില്ലായിരുന്നു അവർ. ടി ജെ സജിത്ത് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജിത്ത്, അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗവേദി പങ്കിട്ടതിനെ മുഖ്യമന്ത്രി ഏത് രീതിയിലാണ് വിമർശിച്ചിരിക്കുന്നത്? അയ്യപ്പ കർമ്മസമിതി, ശബരിമല കർമ്മസമിതിയുടെ പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുത്തതിനെതിരെ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ഇടതു നേതാക്കൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇതാദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. അമൃതാനന്ദമയിയുടെ നടപടി അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറയുന്നത് അമൃതാനന്ദമയിയുടെ ഭക്തർ, വലിയ രീതിയിലുള്ള ഭക്തർ ഈ നടപടിയെ ഇഷ്ടപ്പെടുന്നില്ല. മുൻകാലങ്ങളിലും സംഘപരിവാർ സംഘടനകൾ അമൃതാനന്ദമയിയെ ഇത്തരത്തിൽ തെറ്റായ രീതിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടന്നിരുന്നു. അന്ന് അതിനെ പ്രതിരോധിച്ചു. പക്ഷേ ഇപ്പോൾ അതിനുള്ള ആർജവം അമൃതാനന്ദമയി കാട്ടിയില്ല എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇത് വലിയ തെറ്റായിപ്പോയി എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തിന്റെ പേരിലായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കരുതായിരുന്നു അമൃതാനന്ദമയി എന്നതാണ് മുഖ്യമന്ത്രി നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതിവാര വാർത്താ ചർച്ചാ പരിപാടിയായ നാം മുന്നോട്ട് എന്ന പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഈ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു വിമർശനമാണ് അമൃതാനന്ദമയി ഈ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ വനിതാ മതിൽ പരിപാടിയുടെ തുടർ നിലപാടുകൾ മുഖ്യമന്ത്രി ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വനിതാ മതിലിന് തുടർ നീക്കങ്ങൾ ഉണ്ടാവും, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടാവും. പാഠപുസ്തകത്തിലടക്കം സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രസക്തി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ പുരുഷ തുല്യതയ്ക്കും വേണ്ടിയുള്ള ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും മുഖ്യമന്ത്രി ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രതികരിക്കുന്നുണ്ട്. ശരി സജിത്ത്, അമൃതാനന്ദമയിക്കെതിരെ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുന്നത്. അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗവേദിയിൽ പങ്കിടാൻ പാടില്ലായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ടി ജി സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.